നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല. വന്യജീവി ആക്രമണം തടയുന്നതിൽ മന്ത്രി പരാജയപ്പെട്ടുവെന്നും ചെന്നിത്തല. ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ മന്ത്രിക്ക് അർഹതയില്ല എന്നും രമേശ് ചെന്നിത്തല. നെല്ലിന്റെ വില സർക്കാർ സമയബന്ധിതമായി നൽകാത്തത് സർക്കാരിന്റെ പരാജയമെന്ന് കർഷക കോൺഗ്രസ്. കേന്ദ്രം കൂട്ടിയ തുക വെട്ടിക്കുറച്ചത് കർഷക വഞ്ചനയാണെന്നും ആരോപണം. മാത്തൂരിൽ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം. തൊഴിലുറപ്പ് പദ്ധതി നിർത്താനുള്ള കേന്ദ്ര നീക്കം കോടിക്കണക്കിന് ആളുകളുടെ സുസ്ഥിര വരുമാനം ഇല്ലാതാക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. വിപണി വില വർധനവിനനുസരിച്ച് വേതനം വർദ്ധിപ്പിക്കണമെന്നും സുരേഷ് രാജ്. NREG വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട്ട്. പുതുപ്പരിയാരത്ത് ഭർത്തൃ വീട്ടിൽ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പുതുപ്പരിയാരം ഷാജിദ മൻസിൽ, ഷഫീസ്, ഇയാളുടെ പെൺസുഹൃത്ത് ജംസീന എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പ്രതികളെ വലയിലാക്കിയത് ഹേമാംബിക നഗർ പോലീസ്. വാർത്തകൾ വിശദമായി. AK ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല. വന്യജീവി ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ട മന്ത്രി ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. തടയുന്നതിൽ പരാജയപ്പെട്ട AK ശശീന്ദ്രൻ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല. ഇത് റോഡപകടം പോലാണോ? വന്യമൃഗങ്ങൾ റോഡിലിറങ്ങിയ ആളുകളെ റോഡപകടം പോലാണോ? ഇതെല്ലാം അദ്ദേഹത്തിന്റെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ്. റോഡ് അപകടം പോലെയാണോ വന്യജീവികൾ റോഡിലിറങ്ങി ആളുകളെ കൊല്ലുന്നതെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. അതെല്ലാം AK ശശീന്ദ്രന്റെ പരാജയം മറച്ചുവെക്കാനുള്ള നീക്കമാണ്. AK ശശീന്ദ്രവാദം അംഗീകരിക്കാൻ കഴിയില്ല. പാവങ്ങളെയും കർഷകരെയും വന്യജീവികൾ ആക്രമിച്ചു കൊല്ലുകയാണ്. കാപ്പിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുന്ന പാവങ്ങളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാടും കർണാടകവും ഫലപ്രദമായി വന്യജീവി ആക്രമണം തടയുന്നുണ്ട്. സർക്കാർ ആത്മപരിശോധന നടത്തണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കർഷകരെ മുഴുവൻ ഇന്ന് വന്യജീവികൾ ആക്രമിച്ചു കൊല്ലുന്ന ഈ നടപടിയിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വനത്തിലേക്ക് പോകുന്നതാണ് ഈ അപകടങ്ങൾക്കിടയാക്കുക. വനത്തിലേക്ക് പോകുന്നതാണോ? വനത്തിന്റെ അതിർത്തി വീട്ടിൽ താമസിക്കുന്ന കാപ്പിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുന്ന പാവങ്ങളെയാണ് ഇപ്പോൾ കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് പരിഹരിക്കാൻ സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? തമിഴ്നാട് കർണാടക ഗവൺമെന്റിന് കഴിയുന്നുണ്ടല്ലോ. അതാണ് ഗവൺമെന്റ് ആത്മപരിശോധന നടത്തേണ്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെല്ലിന്റെ വില സമയബന്ധിതമായി നൽകാത്തതിലും കേന്ദ്രം കൂട്ടിയ തുക വെട്ടിക്കുറച്ചതും സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചന ആരോപിച്ചും കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാത്തൂരിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് രാജുഷ് മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവരാജൻ, ജില്ലാ പ്രസിഡന്റ് B ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം കോടിക്കണക്കിന് പേരുടെ സുസ്ഥിര വരുമാനം ഇല്ലാതാക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് പറഞ്ഞു. വിപണി വില വർധനവിന് ആനുപാതികമായി തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിക്കണമെന്നും സുരേഷ് രാജ് പറഞ്ഞു. NREG വർക്കേഴ്സ് ഫെഡറേഷൻ പാലക്കാട് സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണി വില വർധനവിന് ആനുപാതികമായി തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിക്കണമെന്നും സുരേഷ് രാജ് ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് മനുഷ്യരുടെ പട്ടിണി അകറ്റാൻ കഴിയുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. വീടും പണവും ഉൾപ്പെടെ സൗജന്യം നൽകണോയെന്ന കോടതി ചോദ്യവും ഇതിനായി ഉപയോഗിക്കും. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിക്കാതെ സാധാരണ ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിന് പിന്നാലെയാണ് തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികളെ ഇല്ലാതാക്കാനായി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെ തൊഴിലാളി സംഘടനകൾ നിരന്തര സമരത്തിലാണെന്നും സുരേഷ് രാജ് പറഞ്ഞു. ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് ഈ കോമൺ മിനിമം പരിപാടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏകോപന സമിതി യോഗം ചേരുന്നത്. അത് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചു. ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ഈ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികളുടെ ജീവിത സുരക്ഷിതത്വമാണ്. എന്ന് വേണമെങ്കിൽ കോൺഗ്രസ് വെച്ച് നീട്ടിയ മന്ത്രിസ്ഥാനം വാങ്ങി അവർ പറയുന്ന പണിയും കേട്ട് ഇടതുപക്ഷത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നടക്കാമായിരുന്നു. മന്ത്രിസ്ഥാനം കിട്ടിയ മതി. ഈ കാലഘട്ടത്തിൽ മന്ത്രിസ്ഥാനത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു, ഇടതുപക്ഷം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനത്തേക്കാൾ പ്രധാനം ഈ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകാൻ ഒരു നിയമം ഉണ്ടാക്കണം. ആ നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ പിന്തുണ. അല്ല, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണ്ട. ആ നിയമം ഉണ്ടാക്കുന്നത് ഉറപ്പ് നിങ്ങൾ തരുമോ?
അധികാരത്തിൽ വരാതെ കോൺഗ്രസ് നിൽക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് ആ നിയമം ഉണ്ടാക്കാൻ. അങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടി ഇത്രനാളും അധികാരത്തിലിരുന്ന കോൺഗ്രസ് വിസ്മരിച്ചു പോയ ഒരു ജനവിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന്റെ ആ നിലപാടാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ജന്മം നൽകാൻ ഇടവന്നത് എന്ന വസ്തുത നാം വിസ്മരിച്ചു പോകരുതെന്ന് ചരിത്ര യാഥാർത്ഥ്യം. ജില്ലാ പ്രസിഡന്റ് രാജീവ് കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം സുമലത മോഹൻദാസ്, NREGF സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിമോൻ, KC ജയപാലൻ, NG മുരളീധരൻ നായർ, മുരളി K താരേക്കാട്, TS ദാസ്, P ശിവദാസൻ, TV വിജയൻ, P ചിന്നക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതുപ്പരിയാരത്ത് ഭർത്തൃവീട്ടിൽ യുവതി തൂങ്ങിമരിച്ച സംഭവത്തിൽ ഭർത്താവ് ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുപ്പരിയാരം ഷാജിദ മൻസിൽ ഷഫീസ്, ഇയാളുടെ സ്ത്രീ സുഹൃത്ത് പിരായിരി ആലക്കൽ പറമ്പ് ചുങ്കം ജംസീന എന്നിവരെയാണ് ഹേമാംബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരുടെയും പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. കല്ലടിക്കോട് കണക്കപ്പാടം വീട്ടിൽ റിൻസിയെയാണ് ലക്ഷം വീട്ടിലുള്ള ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറെ നാളായി ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്ന റിൻസിയ 3 മാസം മുൻപാണ് വീട്ടിൽ മടങ്ങിയെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. 5 വർഷം മുൻപായിരുന്നു ഷഫീസിന്റെയും റിൻസിയയുടെയും വിവാഹം. ഇവർക്ക് 3 വയസ്സുള്ള കുഞ്ഞുണ്ട്. റിൻസിയയും ഷഫീസും തമ്മിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടെന്നും കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നും കാണിച്ച് റിൻസിയുടെ വീട്ടുകാർ ഹേമാംബിക നഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷഫീസിന് മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഷഫീസ് റിൻസിയെ ഒഴിവാക്കാൻ ശ്രമം നടത്തിയിരുന്നതായും ജംസീന ഫോണിലൂടെ നിരന്തരമായി റിൻസിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒറ്റപ്പാലം നഗരസഭയിലേക്ക് നടത്തുന്ന മാർച്ചിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുക്കുമെന്ന് ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് നഗരസഭാ മാർച്ച്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും ചേർന്നാണ് മാർച്ച് നടത്തുന്നത്. തൊഴിൽ നികുതി വർധനവിന് എതിരെയും വ്യാപാര സ്ഥാപനങ്ങളുടെ മുനിസിപ്പൽ ലൈസൻസ് പുതുക്കി നൽകാൻ 1 വർഷത്തെ ഹരിതകർമ്മസേന ഫീസ് അടയ്ക്കണമെന്ന മുനിസിപ്പൽ അധികൃതരുടെ തീരുമാനം പുനഃപരിശോധിക്കണം. തൊഴിൽ നികുതി ഓൺലൈനിൽ അടയ്ക്കാനുള്ള സംവിധാനം ഒരുക്കണം. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കാനുള്ള സാഹചര്യം വന്നാൽ അവിടെയുള്ള കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം. നഗരസഭാ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. ബൈപ്പാസ് പദ്ധതി വേഗത്തിൽ എത്തിക്കണം. ടൗണിലെ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കണം. ചിനക്കത്തൂർ പൂരം നഗരസഭ തൃശൂർ പൂരം മാതൃകയിൽ എക്സിബിഷൻ ഒരുക്കണം തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ആദ്യമായിട്ട് ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, തൊഴിലാളി ഗവൺമെൻറ് എന്ന് പറയും. തൊഴിൽ നികുതി കഴിഞ്ഞ തവണയൊക്കെ തൊഴിൽ നികുതി ആയിരുന്നത് 120 രൂപയായിരുന്നു ഏറ്റവും ചെറിയ സ്ലാബ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറുകിട കച്ചവടക്കാർ തൊഴിൽ നികുതി അടച്ചിരുന്നത് 120 രൂപയാണ് ഫസ്റ്റ് സ്ലാബ്. അത് 320 വർദ്ധിപ്പിച്ചു. ബഡ്ജറ്റ് 50% എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ സ്ലാബ് എന്ന് പറയുന്നത് 180 ആയിരുന്നു. അത് 450 വർധന വരുത്തിയത്. മൂന്നാമത് പിന്നെ വരുന്നത് 300 600 ആക്കി, 450 750 ആക്കി. ഇങ്ങനെ ഭീമമായ വർധനമാണ് തൊഴിൽ നികുതിയിൽ വരുത്തിയിട്ടുള്ളത്. എന്നാൽ അതിലെ വൻകിട വ്യാപാരികൾക്ക് 1000-ഉം 1280 പഴയ സ്ലാബ് എന്ന് പറയുന്നത്. അതിപ്പോഴും അതേമാതിരി നിലനിർത്തിയാണ്. അതിന് യാതൊരു വർധനവും വരുത്തിയിട്ടില്ല. മാത്രമല്ല, ഈ തൊഴിൽ നികുതി അടയ്ക്കണമെങ്കിൽ ഇപ്പോൾ നഗരസഭയിലൊക്കെ കെ-സ്മാർട്ട് നിലവിൽ വന്നു. കെ-സ്മാർട്ട് നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് തൊഴിൽ നികുതി അടയ്ക്കാമായിരുന്നു. ഇപ്പോൾ ആ സൗകര്യം പോലും എടുത്തു കളഞ്ഞു. തൊഴിൽ നികുതി അടയ്ക്കണമെങ്കിൽ നഗരസഭയിൽ നോട്ടീസുമായി പോയി അവിടെ റവന്യൂ സെക്ഷനിൽ പോയി ഡിമാൻഡ് ചെയ്തിട്ട് അവിടെ ക്യൂ നിന്ന് ഡിമാൻഡ് ചെയ്തിട്ട് താഴെ വന്ന് കൗണ്ടിൽ കൊണ്ട് അടയ്ക്കണം. ഈ അവസ്ഥയാണ് ഉള്ളത്. നമ്മൾ പ്രസിഡന്റ് തോമസ് ജേക്കബ്, സെക്രട്ടറി വി മോഹൻകുമാർ, രക്ഷാധികാരി PV ഹംസ, വർക്കിംഗ് പ്രസിഡന്റ് കെ ഭഗീരഥൻ, MM ഹബീബ് റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോയമ്പത്തൂരിൽ ബേക്കറി തൊഴിലാളിയായ ഗൃഹനാഥനെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കളപ്പറമ്പ് വീട്ടിൽ പരേതനായ മായാണ്ടി ലക്ഷ്മി ദമ്പതികളുടെ മകൻ 48 വയസ്സുള്ള രാധാകൃഷ്ണനെയാണ് വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. ഈ സമയം വീട്ടിൽ ആരും ഇല്ലായിരുന്നു. കാഴ്ചശക്തി കുറവായതിനാൽ ജോലിക്ക് പോകാൻ കഴിയാത്ത മനോവിഷമത്തിൽ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഭാര്യ സരിത, മക്കൾ നന്ദന, സജിന.
പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. പട്ടാമ്പി ശങ്കരമംഗലം സ്വദേശി 38 വയസ്സുള്ള അരുണാണ് മരിച്ചത്. പട്ടാമ്പി കമാനത്തിനും പ്ലാറ്റ്ഫോമിനും ഇടയിലാണ് അപകടമുണ്ടായത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. പട്ടാമ്പി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. നിലമ്പൂർ യാത്രക്കാരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് പരിഹാരമാകുന്നു. ഷൊർണൂർ വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടാൻ റെയിൽവേ പരിഗണിക്കുന്നു. നിലമ്പൂരിൽ നിന്നുമുള്ള രാജറാണി എക്സ്പ്രസ് എറണാകുളത്തേക്ക് നീട്ടുന്നതിനും പരിഗണന. നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ലൈനിലെ വൈദ്യുതീകരണം ഏറെക്കുറെ പൂർത്തിയായതിനാൽ വേണാട് എക്സ്പ്രസ് യാത്രക്കാർക്ക് ഗുണകരമായ രീതിയിൽ ക്രമീകരിക്കണമെന്ന് PP സുനീർ MP റെയിൽവേ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന് മറുപടിയായാണ് ആവശ്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഷൊർണൂർ ലൈനിലോടുന്ന 16302 നമ്പർ വേണാട് എക്സ്പ്രസ് ട്രെയിനാണ് നിലമ്പൂർ വരെ നീട്ടാൻ ആലോചിക്കുന്നത്. രാവിലെ 5:20 തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്ന വേണാട് എക്സ്പ്രസ് ഉച്ചയ്ക്ക് 12:25 ഷൊർണൂരിലെത്തുക. തിരിച്ച് 2:35 ഷൊർണൂരിൽ നിന്ന് യാത്ര ആരംഭിച്ച് രാത്രി 10 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് സർവീസ്. വേണാട് നിലമ്പൂരിലേക്ക് ദീർഘിപ്പിച്ചാൽ സമയക്രമത്തിൽ മാറ്റം വരും. സാധാരണയായി എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രക്കാർ വൈകിട്ട് ജോലി കഴിഞ്ഞ് എത്തുമ്പോൾ വേണാടിനെയാണ് ആശ്രയിക്കുന്നത്. രാവിലെയും ഇതുതന്നെയാണ് സ്ഥിതി. സമയത്തിൽ മാറ്റം വരുമ്പോൾ യാത്രാ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമോ എന്നാണ് യാത്രക്കാരും നോക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:20 ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മറ്റൊരു ട്രെയിനും സർവീസ് നടത്തുന്നുണ്ട്. വേണാട് നിലമ്പൂരിലേക്ക് ദീർഘിപ്പിക്കുകയാണെങ്കിൽ ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസിന്റെ സമയത്തിലും മാറ്റം വരുത്തണം. തൃശൂർ കഴിഞ്ഞാൽ തിരക്കില്ലാതെ ഷൊർണൂരിൽ എത്തുന്ന വേണാടിന് നിലമ്പൂരിലേക്ക് യാത്രക്കാർ ഉണ്ടാകുമോ എന്നതും റെയിൽവേ പരിശോധിക്കുന്നുണ്ട്. 14 ബോഗികൾക്ക് നിൽക്കാൻ നീളമുള്ള നിലമ്പൂർ സ്റ്റേഷനിൽ 24 ബോഗികളുള്ള വേണാട് എക്സ്പ്രസിനെ എങ്ങനെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നതും പരിശോധിക്കുന്നുണ്ട്. രാവിലെ നിലമ്പൂരിൽ നിർത്തിയിടുന്ന 16349 നമ്പർ രാജറാണി എക്സ്പ്രസ് എറണാകുളം വരെ പകൽ സർവീസ് നടത്തണമെന്ന ആവശ്യവും റെയിൽവേ പരിശോധിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആലത്തൂർ RTO ഓഫീസിന്റെ പ്രവർത്തനം കുത്തഴിഞ്ഞ രീതിയിലെന്ന് ആക്ഷേപം. മദ്യപിച്ച് ഓഫീസിലെത്തിയ AMVIക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കാൻ ശ്രമമെന്നും കാവശ്ശേരി സ്വദേശി T ജയകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആലത്തൂർ RTO ഓഫീസിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ നിരവധി പരാതികൾ മന്ത്രിതലം വരെ തെളിവ് സഹിതം നൽകിയിട്ടും നടപടിയില്ല. RTO ഓഫീസിലെ പല ജീവനക്കാരും സമയത്തിന് ഓഫീസിലെത്താറില്ല. വിദ്യാർത്ഥികളെ കയറ്റിയാൽ തന്നെ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുകയും സ്റ്റോപ്പിൽ ഇറക്കാതിരിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരേ റൂട്ടിൽ തന്നെയുള്ള ബസ്സുകൾക്ക് ഓടിയെത്താനുള്ള സമയവും വ്യത്യസ്തമായാണ് നൽകിയിട്ടുള്ളത്. റോഡ് പരിശോധനയോ വാഹന പരിശോധനയോ കൃത്യമായി നടക്കാറില്ലെന്ന് മാത്രമല്ല, RTOവിൽ സ്വാധീനമുള്ളവർ സ്കൂൾ സമയങ്ങളിൽ ട്രിപ്പ് മുടക്കുന്നതും പതിവാണ്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടും ഫലമില്ലെന്നും ജയകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. കൺസെഷൻ കൊടുക്കാതെ അവര് സ്റ്റോപ്പുകൾ ഇറക്കാതെ മറ്റൊരു ബസ് സ്റ്റാൻഡുകളിൽ ഇറക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതിനെതിരെ പരാതികളിൽ മുന്നോട്ട് പോയ സമയം ആലത്തൂർ ജോയിന്റ് RTO ഓഫീസിൽ എത്തിയ സമയം വിജയകുമാർ, ബഹുമാനപ്പെട്ട AMV വിജയകുമാർ മദ്യ ലഹരിയിലായിരുന്നു. ആലത്തൂരിൽ നടത്തുന്നത് കരാർ ജീവനക്കാരായ നിശാന്ത് എന്ന പയ്യൻ ആണ് അവിടെ ലേണർ ടെസ്റ്റും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിക്കും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ബഹുമാനപ്പെട്ട പാലക്കാട് RTO കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുള്ളതാണ്. നിരന്തരം കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് പരാതി നടത്തിയിട്ട് ഇന്നേ വരെ ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു നടപടിയും ഇവർക്കെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 15 വൈകുന്നേരം 5 മണിക്ക് വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് നടത്തുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങിൽ വനിതാ ഹോസ്റ്റലിന്റെയും വനിതാ ജിംനേഷ്യത്തിന്റെയും പ്രവർത്തന ഉദ്ഘാടനവും ലിംഗപദവി പഠന റിപ്പോർട്ട് പ്രകാശനവും ലൈഫ് ഭവന പദ്ധതി ഭൂമി ഏറ്റുവാങ്ങൽ എന്നിവയും നടക്കും. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷത വഹിക്കും. വനിതാ ജിംനേഷ്യം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് നിർവഹിക്കും. ലൈഫ് ഭവന പദ്ധതി ഭൂമി ഏറ്റുവാങ്ങൽ, ലിംഗപദവി പഠന റിപ്പോർട്ട് പ്രകാശനം എന്നിവ മന്ത്രി MP രാജേഷ് നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിക്കും. ലൈഫ് ഭവന പദ്ധതിക്ക് പഴഞ്ചേരിയിൽ ഡോക്ടർ ഹംസ പറമ്പിലാണ് 15 സെന്റ് സ്ഥലം വിട്ടുനൽകുന്നത്. പഞ്ചായത്തിൽ 300 വീടുകൾ പ്രഖ്യാപിച്ചതിൽ 250 എണ്ണം പൂർത്തീകരിച്ചു എന്നും 17 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് വനിതാ ഹോസ്റ്റലിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്നും പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നടത്താൻ പോകുന്ന വനിതാ ഹോസ്റ്റലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതോടനുബന്ധിച്ചാണ് ഇന്ന് ഈ പത്രസമ്മേളനം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്.
അതിനോടൊപ്പം തന്നെ വനിതാ ഹോസ്റ്റലിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ മാറ്റി വെച്ചുകൊണ്ടൊരു വനിതാ ജിമ്മ് പ്രവർത്തന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ നീരജ് നിർവഹിക്കും. അതോടൊപ്പം ലിംഗനീതി സമത്വവുമായി ബന്ധപ്പെട്ട് 2022-23 വർഷം ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിശദമായ പഠനം നടത്തുകയുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഏതൊക്കെ രൂപത്തിൽ ഇനിയും മുഖ്യധാരയിലേക്ക് എത്തുന്നതിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ പ്രദേശങ്ങളിലും ഒരു പഠനം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് വേണം ഇനി തുടർ വർഷങ്ങളിൽ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ അത്തരത്തിലുള്ള സ്ത്രീ സമത്വവുമായി ബന്ധപ്പെട്ട പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കാൻ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. പുഷ്പലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പഴയ ലക്കിടി ഗവൺമെന്റ് സീനിയർ സ്കൂളിന്റെ 116ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ ആരോഗ്യവും നല്ല തരത്തിലുള്ള ആരോഗ്യമായി നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതേപോലെയുള്ള കാഴ്ചപ്പാടുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ടീച്ചേഴ്സ്, അതുപോലെ തന്നെ PTA എല്ലാം നമുക്ക് നല്ല തരത്തിൽ കിട്ടുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വികസനം ഏറ്റവും ത്വരിതഗതിയിലായി മാറുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെ ഏതൊക്കെ തലത്തിൽ ഉന്നതിയിലേക്ക് എത്തണമോ അതേ തലത്തിൽ എത്താൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ. സുരേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക നിഷ AR റിപ്പോർട്ട് അവതരിപ്പിച്ചു. AEO ശാന്തകുമാരി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ. ഹരി എൻഡോവ്മെന്റ് വിതരണം നിർവഹിച്ചു. വാർഡംഗങ്ങളായ കെ. സുഹറ, അനിൽകുമാർ, BPC കെ. പ്രഭാകരൻ, PA ഷൌക്കത്ത് അലി, SMC ചെയർമാൻ PA അബ്ദുൽസലാം, സനീഷ്, റുബീന, സ്കൂൾ ലീഡർ ആയിഷ ലിസിന എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന BPC പ്രഭാകരൻ, അംബിക ടീച്ചർ എന്നിവർക്ക് PTA കമ്മിറ്റി ഉപഹാര സമർപ്പണം നടത്തി. PTA പ്രസിഡന്റ് കെ. ഫൈസൽ സ്വാഗതവും സൈനാബി നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല. വന്യജീവി ആക്രമണം തടയുന്നതിൽ മന്ത്രി പരാജയപ്പെട്ടുവെന്നും ചെന്നിത്തല. ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ മന്ത്രിക്ക് അർഹതയില്ല എന്നും രമേശ് ചെന്നിത്തല. നെല്ലിന്റെ വില സർക്കാർ സമയബന്ധിതമായി നൽകാത്തത് സർക്കാരിന്റെ പരാജയമെന്ന് കർഷക കോൺഗ്രസ്. കേന്ദ്രം കൂട്ടിയ തുക വെട്ടിക്കുറച്ചത് കർഷക വഞ്ചനയാണെന്നും ആരോപണം. മാത്തൂരിൽ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം. തൊഴിലുറപ്പ് പദ്ധതി നിർത്താനുള്ള കേന്ദ്ര നീക്കം കോടിക്കണക്കിന് ആളുകളുടെ സുസ്ഥിര വരുമാനം ഇല്ലാതാക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. വിപണി വില വർധനവിനനുസരിച്ച് വേതനം വർദ്ധിപ്പിക്കണമെന്നും സുരേഷ് രാജ്. NREG വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട്ട്. പുതുപ്പരിയാരത്ത് ഭർതൃവീട്ടിൽ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പുതുപ്പരിയാരം ഷാജിദ മൻസിൽ, ഷഫീസ്, ഇയാളുടെ പെൺസുഹൃത്ത് ജംസീന എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പ്രതികളെ വലയിലാക്കിയത് ഹേമാംബിക നഗർ പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.